അൽഫോൺസ്, യെസ്. ഞാനിപ്പോ പറയാണ്, അൽഫോൺസ് നിന്നെ കൊണ്ട് നടക്കത്തില്ല ഇതൊന്നും. ഉം. ഈ പണിയൊക്കെ വിട്ടിട്ട് പൊക്കൂ. നിന്റെ ലിമിറ്റിലുള്ള കാര്യമല്ല. ഓക്കെ. വിട്ടിട്ട് പൊടി എന്ന് പറയാന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ ആദ്യം പറയാം നിന്നോട് നിന്റെ പണി നോക്കാൻ പറയും. കാരണം ഞാന് ഇപ്പൊ നമുക്ക് എന്താണോ, ഇപ്പൊ ഞാനെന്ന് മാത്രല്ല, ഉം, നമുക്ക് എന്താണോ കഴിവ് ഉള്ളതെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏത് ലിമിറ്റ് വരെ പോകാം ഉള്ളത്. ഉം, അപ്പൊ നമുക്ക് ആ നമ്മുടെ ഉള്ളിൽ ഉറച്ചൊരു ആത്മവിശ്വാസം ഉം, അല്ലെങ്കിൽ ഒരു നമ്മളെ കുറിച്ച് തന്നെ ഒരു ബോധ്യം ഉം, ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഉം, നേടിയെടുക്കുക തന്നെ ചെയ്യും. ഉം. അതിനകത്ത് മറ്റുള്ളവർ എന്ത് പറയുന്നു, എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചൊന്നും നമ്മൾ അത് വെറി ചെയ്യേണ്ട കാര്യമില്ല. അതെ. പിന്നെ ഉം, ചില ആൾക്കാരുണ്ട് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നതിന് ശേഷം നമുക്ക് ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം എന്ന് അതെ. വിചാരിക്കുന്നത്. ആ, ഇപ്പം പല പല എല്ലാ കാര്യങ്ങളും ഉം, ഇപ്പം സാമ്പത്തികമായിട്ടാവട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാവട്ടെ ഉം, എല്ലാം ഒത്തു വന്നതിന് ശേഷം എന്നാ ഇതിലേക്ക് ഇറങ്ങാം ഉം. എന്ന് വിചാരിക്കുന്ന അങ്ങനെ ഉള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ നേട്ടങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത് നമ്മൾ ഉം. റേഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. രാകേഷ് എന്ന് പറയുന്ന ആ, യുവാവിനെ പറ്റിയിട്ട് കളവ അല്ലേ? 24 എന്ന മൂവി ഡയറക്ട് ചെയ്തല്ലേ? യെസ്. ജന്മന സെർബ്രൽ പാൾസി എന്ന രോഗാവസ്ഥയിലൂടെ വന്ന ആളാണ്. കേൾക്കാൻ നന്നായിട്ട് നടക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. അങ്ങനെ കുറേയധികം ബുദ്ധിമുട്ടുകൾ, പരിമിതികൾ. പക്ഷെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉം. വളരെ വലിയൊരു നേട്ടം യെസ്, അദ്ദേഹത്തിന്റെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആഗ്രഹമാണ് സിനിമ എന്ന് പറഞ്ഞത്. അതെ. അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ടൊരു സിനിമ ഡയറക്ട് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾക്ക് മറ്റൊരു ആളെക്കുറിച്ച് പറയാനുണ്ട്. അഞ്ജന എന്ന ഉം, സുന്ദരിയെക്കുറിച്ച്. അതായത് ജന്മനാ ബധിരയും മൂകയുമാണ്. പക്ഷേ ഉം. അഞ്ജന നേടിയെടുത്തിട്ടുള്ളത് മിസ് ഡെഫ് വേൾഡ് എന്ന പട്ടമാണ്. അപ്പൊ എന്തായാലും ഇതേപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് നമ്മളത് മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്റർനാഷണൽ ഡേ ഫോർ പീപ്പിൾസ് ഡിസബിലിറ്റി ആണ്. യെസ്. അപ്പൊ പരിമിതികള് അല്ലെങ്കിൽ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് മാതൃകയാകുന്നുണ്ട്. ഉം. ശരിക്കും പറഞ്ഞാല് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നിട്ട് എല്ലാം നേടിയെടുക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് ഇടയില് ചെറിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ആൾക്കാർ കൂടിയാണ് ഇവര്. യെസ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം നമുക്ക് നല്ലൊരു വിഷ് നേരാം. അതോടൊപ്പം തന്നെ ഇവർ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു നേട്ടങ്ങൾക്ക് കൂടെ നമുക്ക് നിൽക്കാം. അതേപോലെ നിങ്ങളുടെ അറിവില് നിങ്ങളുടെ ചുറ്റുപാടും ഇത്തരത്തില് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കുറവുകളെ വളരെ മനോഹരമായിട്ട് ഉം. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അവരെ ഒന്ന് അഭിനന്ദിക്കാൻ കൂടി ആക്കാം അല്ലെ ഈ ഒരു ദിവസം. യെസ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ദ 90.8 റേഡിയോ മീഡിയ വില്ലേജ്. അറിയാം, പറയാം. ഇമ്പമോടെ കേൾക്കാം.